അഴിമതി ആരോപണ വിധേയരായ കെ ബാബു, അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ എന്നിവരെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം. വി.എം. സുധീരന്റെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തത്. ആരോപണ വിധേയരായവർക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി ഭീഷണി മുഴക്കിയിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ കോർട്ടിലേക്ക് തന്നെ പന്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ. ഹാരി, 6 ദിവസം നീണ്ട തർക്കങ്ങളും ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ ഇപ്പോൾ 7ാം ദിവസത്തോടുകൂടി ഇവിടെ ഡൽഹിയിൽ സമാപിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെ നിബന്ധനകളോടുകൂടിയാണ് വി.എം. സുധീരൻ ഡൽഹിയിലെത്തിയത്. പക്ഷേ ഇപ്പോൾ മടങ്ങുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഉമ്മൻചാണ്ടിക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ നിർബന്ധത്തിനു മുമ്പിൽ ഹൈക്കമാൻഡിന് പോലും ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യം. 3 മന്ത്രിമാർ കെ ബാബു, അടൂർ പ്രകാശ്, കെ.സി. ജോസഫ് എന്നിവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിന് ശക്തമായി നിലപാടെടുത്തുകൊണ്ടാണ് വി.എം. സുധീരൻ നിന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായി ചർച്ച ഉടനീളം അത് ഉയർത്തി. അതേ തർക്കം തന്നെ കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷനെയും തൃക്കാക്കരയിൽ ബെന്നി ബെഹ്നാനെ മത്സരിപ്പിക്കുന്നതിനെതിരെയും വി.എം. സുധീരൻ ഉയർത്തി. പക്ഷേ ഈ 5 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉമ്മൻചാണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇവരെ മാറ്റി നിർത്തിയാൽ പിന്നെ താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ അവസാന അടവ് നയത്തിന് മുന്നിൽ AICCക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സീറ്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ പിന്നീട് കേരളത്തിൽ കോൺഗ്രസ് രണ്ടായി പിളരും എന്ന ഒരു സൂചനയും ഹൈക്കമാൻഡിന് കിട്ടി. അതേ തുടർന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ആരോപണ വിധേയരായ 5 പേരെയും വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി.എം. സുധീരൻ ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കാര്യങ്ങളെല്ലാം ശുഭമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയും മടങ്ങി. പക്ഷേ എന്തായാലും അല്പസമയത്തിനകം സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങും. നാം പ്രതീക്ഷിച്ച പോലെ ഒരു മാറ്റവും ഉണ്ടാവില്ല. നേരത്തെ പുറത്തു വന്നത് പ്രകാരം എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് MLA-മാർ 39 പേരുണ്ടായിരുന്നു. അതിൽ 4 പേർ മാറി. കാരണം ടി എൻ പ്രതാപൻ, CN ബാലകൃഷ്ണൻ, തേറമ്പിൽ രാമകൃഷ്ണൻ അടക്കമുള്ളവർ, അങ്ങനെ 4 MLA-മാർ മാറി. പകരം ബാക്കിയുള്ള 35 MLA-മാരും മത്സരിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഒരു മന്ത്രിമാരോ ഒരു MLA-യോ ആരോപണ വിധേയത്തിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. പൂർണ്ണമായും തലകുനിച്ച് വി.എം. സുധീരൻ ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങാം. സന്തോഷ്, ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? ഇന്നുണ്ടാകുമെന്നാണ് സുധീരൻ പറയുന്നത്. ഒപ്പം കോൺഗ്രസ് നേതാക്കളും അത് സംബന്ധിച്ചുള്ള സൂചന തരുന്നു. വ്യക്തമായും പറഞ്ഞാൽ ഇന്ന് വൈകിട്ടോടുകൂടി പട്ടിക പുറത്തിറക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുമോ? ഹാരി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ അവസാന മിനുക്ക് പണികൾക്ക് ശേഷം ഹൈക്കമാൻഡിന് കൈമാറി. ഹൈക്കമാൻഡ് ഇപ്പോൾ അത് ഔദ്യോഗികമായി പുറത്തിറക്കും. അത് പുറത്തിറക്കുന്നതിന് മുമ്പുള്ള ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ലിസ്റ്റ് ഒപ്പിടും. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ഇമെയിലിലൂടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൈമാറുകയാണ് സാധാരണഗതിയിൽ പതിവ്. മറ്റു സംസ്ഥാനങ്ങൾ പിന്തുടർന്ന ഇതേ രീതി തന്നെ ഇവിടെ പിന്തുടരും. പക്ഷേ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളും കടുത്ത തർക്കങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരെ മാറ്റിയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി നിൽക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ പിന്നെ ആര് പ്രചരണം നയിക്കും എന്ന ചർച്ച ഉയർന്നു വന്നു. ഉമ്മൻചാണ്ടി മാറിയാൽ എ ഗ്രൂപ്പ് ഒന്നടങ്കം ഈ 140 മണ്ഡലങ്ങളിലും കാലുവാരും. അങ്ങനെയാണെങ്കിൽ പാർട്ടി തന്നെ പിളരുകയും സ്ഥാനാർത്ഥി പൂർണ്ണമായും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലടക്കം പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെടുന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിൽ കൂടി തർക്കം മൂലം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാനാണ് അവസാന നിമിഷം ഉമ്മൻചാണ്ടിയുടെ ഭീഷണിക്ക് വഴങ്ങിയത്. ഉമ്മൻചാണ്ടി അനുനയിപ്പിക്കാൻ പല ഘട്ടത്തിൽ നേതാക്കൾ ശ്രമിച്ചു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഉമ്മൻചാണ്ടി വഴങ്ങില്ല. അക്കാര്യത്തിലൊരു അതൃപ്തിയും ഹൈക്കമാൻഡിനുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുന്നത്. സന്തോഷ്, തുടരുക. ഇപ്പോൾ KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, അവസാന നിമിഷം വരെ സുധീരൻ ശ്രമിച്ചു കെ ബാബുവിനെയും അടൂർ പ്രകാശിനെയും ഒഴിവാക്കാൻ. പക്ഷേ നടന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തെ പോലും ഉമ്മൻചാണ്ടിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കുകളിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ സമവാക്യങ്ങളിൽ എത്രത്തോളം മാറ്റമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഈ തീരുമാനമുണ്ടാക്കുക? ഹരി, ഫലത്തിൽ വി.എം. സുധീരൻ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി വിജയിച്ചിരിക്കുന്നു. ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരരംഗത്ത് എത്തുന്നു. ഇത് വി.എം. സുധീരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. കാരണം കെ ബാബു ഉൾപ്പെടെ, അടൂർ പ്രകാശ് ഉൾപ്പെടെ ആരോപണ വിധേയരായിട്ടുള്ളവർ മാറി നിൽക്കണം എന്നുള്ള നിലപാട് അദ്ദേഹം ശക്തമായി സ്വീകരിച്ചു. എന്നാൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തിയാൽ അത് തനിക്ക് നേരെയുള്ള നീക്കമാണ്, അല്ലെങ്കിൽ തന്നെ കൂടി അത് ബാധിക്കും എന്ന നിലപാട് ഉമ്മൻചാണ്ടി സ്വീകരിച്ചു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തൻ്റെ
നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് അവർ മത്സരിക്കുന്നില്ല എങ്കിൽ താനും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് വ്യക്തമാക്കി ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഹൈക്കമാൻഡിൻ്റെ അസംതൃപ്തി നിലനിന്നിട്ടുകൂടിയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിജയിച്ചിരിക്കുന്നു, VM സുധീരൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. സ്വാഭാവികമായും VM സുധീരൻ ഉയർത്തിയ നിലപാടുകൾ അംഗീകരിക്കാൻ ഹൈക്കമാൻഡിനും കഴിഞ്ഞില്ല. VM സുധീരൻ നിലപാടുകളോട് യോജിച്ചിരുന്നു എങ്കിൽ കൂടിയും അത്തരം നിലപാടുകൾ അംഗീകരിപ്പിച്ചെടുക്കാൻ VM സുധീരന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെ ആരോപണ വിധേയരായിട്ടുള്ളവരെ മത്സരിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും കോൺഗ്രസ് നേരിടുന്ന UDF നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയും അവിടെ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ VM സുധീരൻ ഇത്തരം ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തും. അത് UDFനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വശത്ത് നിലനിൽക്കുന്ന സംഭവം. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ VM സുധീരന് ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രചരണ രംഗത്ത് എത്താൻ സാധിക്കും എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപണ വിധേയരെ രംഗത്തിറക്കുമ്പോൾ അതൊക്കെയും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അഴിമതി ഒന്നും വിഷയമല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒക്കെയും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് UDFന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് സജീവ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. അത് UDFനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധിക്ക് വീണ്ടും ഇടയാക്കുകയും ചെയ്യും. സുധീരൻ സ്വാഭാവികമായും ഇനി സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള അസ്വാരസ്യം, തർക്കം അല്ലെങ്കിൽ പോര് അത് കൂടുതൽ രൂക്ഷമായി തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് അവർ പറയുമ്പോഴും അതൊക്കെയും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിനും UDFനും തിരിച്ചടി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രാവിലെ VM സുധീരൻ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അദ്ദേഹം പരാജയം സമ്മതിച്ച് പിൻവാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരെ കണ്ടത് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കും. പരമാവധി പൂർണ്ണമായ ഒരു പട്ടിക, നല്ല ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ അപാകതകൾ ഇല്ല എന്ന് പറയാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഇത്തരം ആളുകളെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് VM സുധീരൻ അത് പറഞ്ഞത് എന്നും വ്യക്തമാണ്. കളങ്കിതരെ ഒപ്പം നിർത്തി അല്ലെങ്കിൽ അവരുടെ ചെയ്തികൾക്ക് ഊർജം പകരുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇത്തരം ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള വിവാദ ഉത്തരവുകൾ, അത് ഭൂമി വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ അടൂർ പ്രകാശ് കളങ്കിതനായപ്പോൾ ബാർ കോഴ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ബാബു നിലനിൽക്കുന്നു. ബെന്നി ബെഹന്നാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോളാർ വിഷയത്തിൽ ബെന്നി ബെഹന്നാൻ്റെ ഇടപെടലുകൾ ഉണ്ടായതും നമുക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ധാർമ്മികത അല്ലെങ്കിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടില്ല. തനിക്കൊപ്പം നിൽക്കുന്നവരെ അവർ എന്തൊക്കെ ചെയ്താലും അവരുടെ കൊള്ളരുതായ്മയ്ക്ക് മുഴുവൻ കൂട്ടുനിൽക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. അതിന് ഹൈക്കമാൻഡ് കൂട്ടുനിൽക്കുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഹരി, വ്യക്തമാണ് ദിനകർ. ഇപ്പോൾ സന്തോഷ് സർലിംഗിലേക്ക്. സന്തോഷ്, ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ സുധീരൻ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ചർച്ചയുടെ ആദ്യ നാളുകളിൽ. കാരണം സുധീരൻ്റെ ആവശ്യങ്ങൾ ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ വന്നിരുന്നു. സുധീരന് പരോക്ഷ പിന്തുണയുമായി I ഗ്രൂപ്പ് നേതാക്കളും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന ഒരു നിലപാടിലേക്ക് പോലും എത്തുകയുണ്ടായി. കാരണം ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. സുധീരൻ ബഹുദൂരം മുന്നേറി. പിന്നീട് ഏത് ഘട്ടത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്? ഹരി നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ 2ാം ദിവസത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി മണത്തു തുടങ്ങിയത്. അതേ തുടർന്നാണ് അന്ന് വൈകുന്നേരം ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ AICCയുടെ വാർ റൂമിൽ നിന്ന് ഉമ്മൻചാണ്ടി പുറത്തേക്കിറങ്ങി കേരള ഹൗസിലെത്തി I ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ അഹമ്മദ് പട്ടേൽ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. സ്വന്തം സന്തോഷ് വളരെ വേഗം മടങ്ങുവാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജേക്കബ് ജോർജ് ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഉമ്മൻചാണ്ടി അവസാനം വിജയിച്ചിരിക്കുന്നു. സമവാക്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സുധീരൻ്റെ അവകാശവാദങ്ങളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഒടുവിൽ താൻ പിടിച്ച വഴിയിലേക്ക് തന്നെ ഹൈക്കമാൻഡിനെ അടക്കം കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? ഈ ഒരു വിഷയത്തില് ഹൈക്കമാൻഡിന് വേറൊരു തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല.
ഇവിടെ അഴിമതിക്കെതിരായ ഒരു നിലപാട് VM സുധീരൻ ഉറപ്പിച്ച് ആ ഒരു നിലപാടുമായിട്ട് VM സുധീരൻ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടി എടുത്തത് വളരെ പ്രായോഗികമായ ഒരു നിലപാടാണ്. കേരളത്തിൽ ഈ തന്റെ കൂടെയുള്ള കുറെ മന്ത്രിമാരെ അഴിമതിയുടെ പേരിൽ മാറ്റേണ്ടി വരുമ്പോൾ താൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദി, താൻ കൂടെ മാറി നിൽക്കാം എന്നൊരു നിലപാടിന് മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു. അതല്ലാതെ വേറെ വഴി ഹൈക്കമാൻഡിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് KPCC അധ്യക്ഷൻ VM സുധീരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിൽക്കുന്ന അനേകം പ്രഹരങ്ങളിൽ അവസാനത്തേതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സുധീരന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത്രയും കൊട്ടിഘോഷിച്ചിട്ട് ഇത്രയും ശക്തമായ ഒരു നിലപാടെടുത്തിട്ട് വളരെ ദയനീയമായി തോറ്റ് പിന്മാറി കേരളത്തിലേക്ക് വരിക. അതേപോലെ കോന്നിയിലും തൃപ്പൂണിത്തുറയിലും എറണാകുളത്തും ഒക്കെ പ്രചാരണത്തിനിറങ്ങുക, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുക, തീർച്ചയായിട്ടും അത് VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ മേലാത്ത കാര്യമായിരിക്കും, സംശയമില്ല. നന്ദി ശ്രീ ജേക്കബ്. സന്തോഷ്, ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് യോഗം പോലും കേരള ഹൗസിൽ വിളിച്ചു ചേർത്തു. പരാജയം സമ്മതിക്കുന്ന മട്ടിലായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അവസാന നിമിഷം എന്താണ് ഉമ്മൻചാണ്ടി ഇത്ര വലിയൊരു വിജയത്തിലേക്ക് ഉമ്മൻചാണ്ടിയെ നയിച്ച തന്ത്രങ്ങൾ? സല്ലിങ്ങിലേക്ക് മടങ്ങി വരാം. ദിനകർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി ആദ്യ ഘട്ടങ്ങളിൽ ഒരു പക്ഷേ പരാജയം സമ്മതിക്കുന്ന രീതിയിലേക്കായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഇടപെടലുമൊക്കെ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് യോഗം പൂർത്തിയാകാതെ പുറത്തിറങ്ങുകയും കേരള ഹൗസിൽ A ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. അത്ര അരക്ഷിതാവസ്ഥയിലായിരുന്നു ഉമ്മൻചാണ്ടി. പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ന് സുധീരന് I ഗ്രൂപ്പുകാരുടെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കാം ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ളത്? ഹരി, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സീറ്റ് നൽകാൻ ശക്തമായ സമ്മർദ്ദതന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത്. താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും, തനിക്കൊപ്പമുള്ളവരെ അല്ലെങ്കിൽ അടൂർ പ്രകാശ്, K ബാബു, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകിയില്ല എങ്കിൽ താൻ കൂടി മാറി നിൽക്കും എന്ന ശക്തമായ സന്ദേശം ഹൈക്കമാൻഡിന് നൽകി. അക്കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ അതൃപ്തിയെ മറികടന്നുകൊണ്ട് അതുപോലും വകവയ്ക്കാതെ ഇവർക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ ചില ചർച്ചകളിലൂടെ ഉയർന്നു വന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കടുത്ത നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ പാർട്ടിയിൽ ഒരു പിളർപ്പ് തന്നെ ഉണ്ടായേക്കും എന്ന രീതിയിലേക്ക് ചില ചർച്ചകൾ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിക്കൊണ്ട് മത്സര രംഗത്തേക്ക് പോകാൻ കഴിയുകയില്ല എന്ന ചില വിലയിരുത്തലുകൾ കൂടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇത് ഉമ്മൻചാണ്ടിക്ക് തീർച്ചയായും ഗുണം ചെയ്തു. അതേസമയം അതോടൊപ്പം കളങ്കെതിരെ മത്സരിപ്പിക്കുന്നതിലൂടെ UDFനും കോൺഗ്രസിനും ഇനി മറുപടി പറയേണ്ട ബാധ്യത കൂടി ഉണ്ടായിരിക്കുകയാണ്. കാരണം KPCC അധ്യക്ഷൻ VM സുധീരൻ തന്നെയാണ് ഇവർ കളങ്കിതരാണ്, ഇവരെ മാറ്റി നിർത്തണം, മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തണം, മാറ്റി നിർത്തിക്കൊണ്ടേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും, അത് കേരളത്തിലെമ്പാടും അത് സ്ഥാനാർത്ഥികളെ ബാധിക്കും, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിലപാടാണ് സുധീരൻ സ്വീകരിച്ചത്. ദിനകർ, വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം ഈ ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വരാം. ദിനകർ, നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഒരുപക്ഷെ സുധീരൻ ആരെയൊക്കെയാണോ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരെയൊക്കെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ്. ഒരുപക്ഷെ വളരെ ദുർബലനായ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയിലായിരിക്കുമോ ഭാവിയിൽ സുധീരൻ വിലയിരുത്തപ്പെടുക? ഹരി, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കോൺഗ്രസിനും UDFനും മറുപടി നൽകേണ്ടി വരും ജനങ്ങൾക്ക് മുൻപിൽ. കാരണം ആരോപണ വിധേയർ എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനപ്പുറം KPCC അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ പാർട്ടി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് K ബാബു, അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ എന്നിവർ ആരോപണ വിധേയരാണ്, മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം KC ജോസഫും ഡൊമിനിക് പ്രസന്റേഷനും മാറി നിൽക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുകയും ചെയ്തു. സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എങ്കിൽ കൂടിയും സ്വാഭാവികമായും KPCC അധ്യക്ഷൻ VM സുധീരന് ഇതിനൊക്കെയും ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞേ തീരൂ. കാരണം പ്രതിപക്ഷം പറഞ്ഞതിനപ്പുറം KPCC അധ്യക്ഷൻ കൂടി
ഇവർ ആരോപണ വിധേയരാണ് എന്ന് പറയുമ്പോൾ കെ ബാബുവും അടൂർ പ്രകാശും ബെന്നി ബെഹ്നാനും ആരോപണ വിധേയരാണ്, അവർ മാറി നിൽക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിൽ ഉയർന്ന ചോദ്യം, എന്തുകൊണ്ട് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടും അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ തന്നെ ശരിവെക്കുകയാണ് ഇവർ ആരോപണ വിധേയരാണ്, ഇവർ മത്സരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് സ്വാഭാവികമായും വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്ക് ഇവർ വരുമ്പോൾ KPCC അധ്യക്ഷനും കോൺഗ്രസിനും UDF-നും ഇതിന് സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും, ഇതിനെ പ്രതിരോധിക്കേണ്ടി വരും, ജനങ്ങളുടെ ചോദ്യങ്ങളെ പ്രതിരോധിക്കേണ്ടി വരും, ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരും. അത് സ്വാഭാവികമായും KPCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവരെ മത്സരിപ്പിക്കുമ്പോൾ അത് ജനം ഏത് രീതിയിൽ സ്വീകരിക്കും എന്നതുകൂടി ഉയർന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം KPCC അധ്യക്ഷൻ ഇത്തരത്തിൽ പറയുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനെ എതിർത്തുകൊണ്ട് ആരോപണ വിധേയരായിട്ടുള്ളവരെ ഒഴിവാക്കി നിർത്തിയാൽ താനും മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കൂടി സമ്മതിക്കുകയാണ്, താനും അഴിമതിക്ക് അല്ലെങ്കിൽ തനിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരെ കൂടി മത്സരിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിനും VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും വരും നാളുകളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അപ്രസക്തനായ ഒരു വ്യക്തി മുൻ KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം കളത്തിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു എന്ന് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ VM സുധീരൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എങ്കിൽ കൂടിയും ഈ തിരിച്ചടി സ്വാഭാവികമായും VM സുധീരനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VM സുധീരൻ ദുർബലനായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അണികൾക്കും ബോധ്യപ്പെടും. സ്വാഭാവികമായും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നും വീണ്ടും അത് കൊഴിയും എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് KPCC അധ്യക്ഷൻ ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെ മറുപടി പറയും എന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായി അവശേഷിക്കും. ഹാരി, അഴിമതി ആരോപണ വിധേയരായ കെ ബാബു, അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ എന്നിവരെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. VM സുധീരൻ്റെ നിലപാട് തള്ളിക്കൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം.